MLS ക്ലബ്ബായ ഇന്റർ മയാമി ലോകമറിയാൻ തുടങ്ങിയത് അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സിയെ സ്വന്തമാക്കിയതോടെയാണ്. മെസ്സി എത്തിയതിനു ശേഷം നിരവധി പ്രധാന താരങ്ങൾ മയാമിയിലേക്കെത്തി. ഇതോടൊപ്പം ഇന്റർ മയാമിക്ക് ചരിത്രത്തിൽ ആദ്യ കിരീടം നേടിക്കൊടുക്കാനും മെസ്സിക്ക് കഴിഞ്ഞു. ഈ സീസണിൽ മെസ്സിയുടെ കരുത്തിൽ ലീഗിൽ 1-ാം സ്ഥാനത്ത് മുന്നേറുകയാണ് ഇന്റർ മയാമി. ഇപ്പോഴത്തെ മെസ്സിയെ പുതിയ റോളിൽ പരീക്ഷിക്കാൻ മുഖ്യ പരിശീലകൻ ശ്രമിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട്. ടീം പരിശീലകനായ ജെറാർഡ് മാർട്ടിനോ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മേജർ ലീഗ് സോക്കറിൽ ന്യൂയോർക്ക് റെഡ് ബുൾസ് ആണ് ഇന്റർ മയാമിയുടെ അടുത്ത എതിരാളികൾ. ലീഗിൽ 11 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റാണ് ഇന്റർ മയാമിക്കുള്ളത്. 10 മത്സരങ്ങളിൽ 18 പോയിന്റുള്ള സിൻസിനാറ്റിയാണ് ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇന്റർ മയാമിക്ക് പിന്നിൽ 2-ാം സ്ഥാനത്ത്. ലയണൽ മെസ്സി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്ഥാനത്താണ് സാധാരണയായി കളിക്കാറുള്ളത്. മൈതാനത്തിന്റെ ഏത് കോണിലേക്കും മാറി കളിക്കാൻ ലയണൽ മെസ്സിക്ക് അതിലൂടെ സാധിക്കും. എന്നാൽ വളരെ കുറച്ച് സമയത്ത് ഫാൾസ് നയൻ സ്ഥാനത്തും മെസ്സി കളിച്ചിട്ടുണ്ട്. മെസ്സിയെ വീണ്ടും ഫാൾസ് നയനായി കളിപ്പിക്കാനാണ് ഇന്റർ മയാമി കോച്ചിന്റെ തീരുമാനം. ഫാൾസ് നയനായി മെസ്സി കളിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. മെസ്സിയെ ആ സ്ഥാനത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് ടീമിന് വലിയ നേട്ടമാകുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല, അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ കളിക്കുമ്പോഴത്തെ പോലെ മെസ്സിക്ക് മുന്നോട്ടും പിന്നോട്ടും ഇറങ്ങി അധ്വാനിച്ച് കളിക്കേണ്ട ആവശ്യം വരില്ല. ഇതിലൂടെ മെസ്സിക്ക് ശാരീരിക അധ്വാനം കുറയ്ക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് മെസ്സി. മാത്രമല്ല, മികച്ച ഗോൾ സ്കോറിംഗ് പാടാനുമുള്ള താരവുമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു റോളിൽ മെസ്സിയെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ ടീം പദ്ധതിയിടുന്നതെന്നും ജെറാർഡ് മാർട്ടിനോ പറഞ്ഞു. ലയണൽ മെസ്സി 9-ാം നമ്പറായി മുന്നോട്ട് കയറുകയാണെങ്കിൽ ലൂയിസ് സുവാരസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങും. ഇതോടെ മെസ്സിയെ മുൻനിർത്തിയുള്ള ആക്രമണത്തിലേക്ക് ഇന്റർ മയാമി ചുവടുമാറും. ഈ സീസണിൽ കളിച്ച 10 മത്സരങ്ങളിൽ മെസ്സി 10 ഗോളും 6 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.